തമ്പുരു RK വെഡിങ് ഫോട്ടോഗ്രാഫി. മോളെ ഇത് തന്നെയാണോടി? ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോയിൽ ഇത് തന്നെ അച്ഛാ. അപ്പൊ ഇത് തന്നെ. മോളെ നമുക്ക് സാധാരണ ഫോട്ടോഗ്രാഫ്സിനെ വിളിച്ചാ പോരായോ? പറ്റൂല. ഇവരുടെ ഫോട്ടോഗ്രാഫ് ഒക്കെ കണ്ടിട്ടുണ്ടോ? എന്ത് കിടുവാന്നറിയാവോ? എന്നിട്ടാണ് എനിക്ക് കൂട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ. ആ അച്ഛൻ ഇങ്ങോട്ട്. നന്നായി. നമുക്ക് 25-ാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ട്. 26 പ്രോഗ്രാമാ. പിന്നെ ഡേറ്റ് ഉള്ളത് ഒരു 3 മാസം കഴിഞ്ഞ് ഒരു 27-ാം തീയതി ഡേറ്റ് ഉണ്ട്. അന്ന് മതിയോ? മറ്റേ പ്രോഗ്രാം ഉണ്ട്. ഓക്കെ ഞങ്ങൾക്ക് അന്ന് വേറെ പ്രോഗ്രാം ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, അന്ന് വൈകിട്ട് അങ്ങ് വരാം. കല്യാണം രാവിലെ ആണെന്നോ? നമ്മുടെ ഫോട്ടോഗ്രാഫി ആണെങ്കിലേ കല്യാണം വൈകിട്ടാക്ക്. അല്ല നമുക്ക് ഡേറ്റ് ഇല്ല. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അച്ഛാ, വലിയ ഫോട്ടോഗ്രാഫറാ കേട്ടോ. 31 നമ്മുടെ അമ്പായുടെ ഇളയ മോടെ കല്യാണോ? നടക്കൂല, ഞങ്ങൾ തന്നെ പോണം. ഫെബ്രുവരി 31. ഫെബ്രുവരി 31 ഇല്ല, 29. മാറിപ്പോതാ. നോക്കാം എന്തായാലും. കല്യാണം ബുക്ക് ചെയ്യാനായിരുന്നേ. അപ്പം ഡേറ്റ് ഇല്ലയോ? അങ്ങനെ ഉണ്ടെ ഞങ്ങള് പോവാ. ശരി. അയ്യോ പോവല്ലേ, ഇത്രയും ദൂരം വന്നതല്ലേ. നമുക്ക് ആ ചാർട്ട് ഒന്ന് നോക്കാം, ഡേറ്റ് വല്ല അവൈലബിൾ ആണോ എന്ന്. ഇനി വാ. ഡേറ്റ് എന്നായിരുന്നു? അടുത്ത മാസം 26. അടുത്ത മാസം 26. അടുത്ത മാസം 26 എന്ന് പറയുമ്പോ ലക്കി 26 ഡേറ്റ് ഉണ്ട്. സോ ലക്കി. പക്ഷേ നമ്മളെ മോടെ കല്യാണം 26 കഴിഞ്ഞ് 27-ാം തീയതി. അന്ന് ഡേറ്റ് കാണത്തില്ലായിരിക്കുമല്ലോ. ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. 27 അല്ലേ? ഫെബ്രുവരി 27. പറയണ്ടേ? അന്ന് ഡേറ്റ് ഉള്ളൂ, 26 ഇല്ല. 27 ഉണ്ട്. അയ്യോ, ഈ ഡേറ്റിന്റെ തലേദിവസം ഹൽദി ഉണ്ടായിരുന്നു. അന്ന് ഡേറ്റ് ഉണ്ടായിരിക്കത്തില്ലായിരിക്കുമല്ലോ. വാ മോളെ, ഇവിടെ ഡേറ്റ് ഇല്ല. വാ. അത് നമ്മുടെ ഒരു ഫ്രണ്ട് അങ്ങ് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് 25-നല്ലേ. അപ്പൊ അവനൊന്ന് ഫ്രീയാ, അവനെടുത്ത് തരും. മറ്റേ നാഷണൽ ജിയോഗ്രഫിക്ക് അതൊക്കെ മറ്റേ പട്ടിയുടെ പൂച്ചയുടെ ഫോട്ടോ എടുക്കുന്ന ലക്കിയല്ലേ? പുള്ളിയുടെ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഫേസ് കണ്ട്. ചിമ്പാൻസി. അപ്പം 28-ാം തീയതി റിസപ്ഷനും കൂടെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫേഴ്സ് വേണ്ടി വരും. അത് നിങ്ങൾക്ക് പറ്റുമോ ഇല്ലായിരിക്കുമല്ലോ. എന്നാ എന്ത് കഷ്ടമാണ്. സൂപ്പർ ഗ്ലൂവിൽ പിടിച്ച് ഒട്ടിച്ചു വെക്കണം സാറേ. മണ്ടന്മാരെ പറ്റിച്ചേ. ഭയങ്കര തമാശക്കാരനല്ലേ. നമുക്ക് ആകെ ഒരു ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്തുവാ? പൈസയുടെ കാര്യം വല്ലോ ആണോ? പൈസയുടെ കാര്യമൊന്നുമല്ല. പിന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ഇല്ല കേട്ടോ. അയ്യോ, ഇവക്കാണെങ്കിൽ ഒരമ്മാവനേ ഉള്ളു. അയാൾക്ക് സ്ട്രോക്ക് വന്ന് പൂനെ കിടക്കും. അയാളാണെങ്കിൽ വരൂല്ല. പിന്നെ പയ്യനാണെങ്കിൽ അമ്മാവനും ഇല്ല. അഡ്വാൻസ് അത് കല്യാണം കഴിഞ്ഞ് തരാടാ പോവേ. വാ മോളെ. ടിപ്പിക്കൽ മലയാളി കണ്ടോ, ഇൻസ്റ്റാഗ്രാമിന്റെ പവർ കണ്ടോ. നീ ഒരു കാര്യം ചെയ്യും, ഇതുപോലെ നല്ല കുറച്ച് ഫോട്ടോസേ നല്ല ആരെങ്കിലും പേജിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പോസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യും. മോളെ കഴിഞ്ഞില്ലയോ? സമയം 9 മണിയായി. എന്തോ മോളെ ഇത് പാഷനാച്ചാ. ബ്യൂട്ടീഷ്യൻ പറഞ്ഞു ഇപ്പോഴത്തെ പാഷനാണ്. ഇതെന്തുവാ? നെറ്റിച്ചുട്ടി. മൂക്കലൊന്നും തട്ടയല്ലേ അച്ഛാ. വീഡിയോ ഗെയിമേഴ്സ് വന്നില്ല. അവന്മാർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. 11 മണിക്ക് കല്യാണം, ഇപ്പൊ 9 മണി. വരൂ ഫോട്ടോ എടുക്കാം. എങ്ങോട്ടാ? മണ്ഡപത്തിലോട്ട് പോവാ, സമയമായി. നല്ല ഫോട്ടോ വേണ്ട, കൂട്ടുകാരെ ഷോ കാണിക്കണ്ട. എന്നാലേ നമുക്ക് ആദ്യം മേക്കപ്പ് ഇടുന്ന ഫോട്ടോ എടുക്കാം. അയ്യോ, ഞാൻ മേക്കപ്പ് ഇട്ടിരിക്കുവാ. ഇത് എച്ചടിയാ. ആണോ? എന്നാ കഴിവ്. മേക്കപ്പ് ഇടുന്ന വീഡിയോ എടുത്താലേ ഗുമ്മ ഇട്ടത്തുള്ളൂ. ഗുമ്മ വേണോ അതോ അലയിക്കും? ഇനി ആയിട്ട് മേക്കപ്പ് ബാ. മോളെ ആ വിളക്കി പിടിക്കുന്ന ആടിയെ. ഇനി ഞാൻ മാറ്റിലൊന്ന് കിടന്നേ, താഴോട്ട് കിടന്നു. ഓക്കെ. ഇനി താലം എടുത്തിട്ട് ആ നെറ്റിച്ചുട്ടിയുടെ മണ്ടയ്ക്ക് തൂക്കി കിടക്കണം ഇങ്ങനെ. മോനെ സമയായി. അതെ, കുറച്ച് വൈകിയാൽ എന്താ പ്രശ്നം? എന്താ 1 മണിക്കൂറല്ലേ വൈകിയുള്ളൂ. നല്ല ഫോട്ടോ വേണോ? അപ്പം പിന്നെ മുഹൂർത്തം നോക്കരുത്. മുഹൂർത്തം നോക്കി നല്ല ഫോട്ടോ കിട്ടത്തില്ല. നിങ്ങൾ തീരുമാനിക്കുക, നമുക്കൊന്നുമില്ല. നല്ല ഫോട്ടോ വേണം. എന്നാ പിന്നെ കിടക്ക്.
റീലിന് വേണ്ടിയാണേ. സാരിയിട്ട് നാട്ടിയാലോ പോലെ. ആ മോനെ സദ്യ വിളിച്ചു പോടാ. ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോയുടെ ക്വാളിറ്റി കുറയും. നല്ലൊരു കാര്യം ചെയ്യും, ഇനിയിപ്പോ ഓഡിറ്റോറിയത്തിൽ പോയി എടുക്കാം ഫോട്ടോ. ആ നല്ലത്, ഓഡിറ്റോറിയത്തിൽ എടുക്കാം. പ്ലേയിങ് കാർഡ് ചീട്ട് കളിക്കാൻ വേണ്ടിയുള്ള കാർഡ്. നമ്മള് പറയുമ്പോ മാത്രം പീപ്പ് ഊതിയാ മതി. നമ്മള് പറയും അന്നേരം കൊട്ടുക. മോനെ കല്യാണം കഴിക്കാൻ എന്ത് പാടോ ഇത് പറയാ? സമയമായിട്ടില്ല, പോ. ഇവിടെ ഫോട്ടോ കിട്ടിയില്ല, അപ്പോഴാ മാറിക്കോ അങ്ങോട്ട്. ഇങ്ങോട്ട് കേൾക്കും എന്റെ സ്റ്റില്ല. ഇങ്ങോട്ട് ചിരിച്ചേ, ആട്ടി ചിരിച്ചേ. മോനെ കല്യാണം കഴിക്കാൻ സമയമായി. ഇടി ഇവർക്കില്ലാത്ത വെപ്രാവുള്ള തനിക്ക് സമയം ാണ് കെട്ടാൻ പോകുന്നത്. ആ മാറിയിരിക്കും അങ്ങോട്ട്, 2 ഫോട്ടോ എടുക്കട്ടെ. ഇത് കണ്ടാ മതി കേട്ടോ, ഇത് കണ്ടാ മതി. അവിടെ ഇരിക്കുന്നവര് ആൽബം വരും, അപ്പൊ കാണാം. അപ്പൊ താലി കെട്ടാൻ പോവാട്ടോ. ആക്രാന്തം ഞാൻ എടുത്തു തരും. ഞാൻ കൊടുക്കും. ഞാനാ കൊടുക്കുന്നേ. കേട്ട് ഞാൻ പറയും. ആ കേട്ടത് പോലെ അടിക്കും. കിട്ടിയില്ല. ബ്രോ ഇത് കറക്റ്റ് അല്ല, ഇത് കറക്റ്റ് അല്ല. എന്റെ മോള് എത്രാമത്തെ വട്ടാ കെട്ടുന്നത്? കണ്ടോ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ. ഏതാണോ വേട്ടവളിയന്മാര്? ഏതാ വേട്ടവളിയന്മാര്? ഞങ്ങള് തീരുമാനിക്കും കാര്യങ്ങള്. ക്യാമറാമാൻ, ലൈറ്റ്മാൻ, ഓക്കെ? ഇനിയും തൊട്ടേ ഞാൻ തീരുമാനിക്കും. ഏതാ ഈ വേട്ടവളിയ? അമ്മാവൻ വന്ന് ആരാണന്മാരെയൊക്കെ സ്റ്റേജിക്ക് എത്തിയത്? ഞാനും ഇവളുടെ തന്തയും ഇവളും ആ ചെക്കനും മാത്രം സ്റ്റേജ്. ബാക്കി എല്ലാ തണ്ടികളും ഇറങ്ങടാ, ഇറങ്ങടാ അവിടുന്ന്, ഇറങ്ങടാ. നീ എന്റെ ബാക്കിന്റെ ഫോട്ടോ നീ എടുത്താൽ മതി. നിന്റെ ഫോട്ടോ കേട്ടടാ. അതെ, നിങ്ങളെ നോക്കി അവിടെ നിൽക്കുമായിരുന്നു. ആ ഒരു ഫോട്ടോ എടുക്കാം. അങ്ങേരില്ല വാ. വീട്ടിൽ കയറാ സമയായി. 2 എണ്ണം കാറി കയറാ. അമ്മാവ ഒരു ഫോട്ടോ അവരുടെ കോഴി വെള്ളത്തിലടാ. ആ കള്ളക്കളവൻ വരുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾ എങ്ങനെ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് തരണേ. ഞാൻ പോവാ. ഞങ്ങളെ ഇതിൽ രക്ഷപ്പെടുത്തുള്ളൂ. പേടിക്കണ്ട മക്കാ, സേവനായിട്ട് ഉമ്മ ഒപ്പിക്കില്ലടാ. മക്കളെ ഫോട്ടോ എഡിറ്റ് ചെയ്തായിരുന്നോ? നല്ലൊരു എഡിറ്റർ നമ്മുടെ ഉള്ളോണ്ട് രക്ഷപ്പെട്ട്. മോനെ കഷ്ടപ്പെട്ട കുറച്ച് ക്ലിപ്പ് കിട്ടിയത്. ഇത് നീ കോപ്പി ചെയ്തിട്ടേ അവിടെ വെച്ചേ കേട്ടോ. പിടി. എടാ കോപ്പി ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവായിരുന്നു. ശരി ഞാൻ ചെയ്യാം. ശരി ഓക്കെ. ഒറിജിനൽ കേട്ടോ.